മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇതുപോലെ തരംതാണ പണിയെടുക്കുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകനെയും ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പും ആശങ്കകളും ഉണ്ടാക്കാൻ ഇയാളെപ്പോലെ മറ്റൊരാളെ കാണില്ല. മാധ്യമപ്രവർത്തകർക്കിടയിലെ കുത്തിത്തിരിപ്പുകാരനുള്ള ഓസ്കാർ അവാർഡിന് പരിഗണിക്കുകയാണെങ്കിൽ ഇയാൾക്ക് 1-ാം സ്ഥാനം തന്നെ കൊടുക്കേണ്ടി വരും. അർജുൻ ആയങ്കിയുടെ വെല്ലുവിളിയും ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടിനെയും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ ഒരു പൊതുമാധ്യമ പ്രവർത്തകനായിരിക്കെ പല സത്യങ്ങളും മറച്ചുവെച്ച് ചിലരെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന അരുണിന്റെ കാപ്പി കച്ചവടം കേരള ജനത തിരിച്ചറിയുക തന്നെ ചെയ്യും. പലപ്പോഴും ജനങ്ങളത് തിരിച്ചറിഞ്ഞതുമാണ്. അർജുൻ ആയങ്കിയുടെ കാര്യം തന്നെ എടുക്കാം. വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരുവൻ ക്രിമിനൽ ആകുമ്പോൾ, അയാൾ ആഭ്യന്തര വകുപ്പിനെയും നിയമപാലകരെയും വെല്ലുവിളിക്കുമ്പോൾ എല്ലാ വഴികളും തെറ്റുകളും ആഭ്യന്തര വകുപ്പിന്റെയും നിയമപാലകരുടെയും മേൽ വെച്ചുകെട്ടാൻ ശ്രമിച്ചത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു? ഒരിക്കൽ പോലും അദ്ദേഹം അർജുനായങ്കിയുടെ കഴിഞ്ഞകാല രാഷ്ട്രീയം പറഞ്ഞിട്ടേയില്ല. ഇത്രയും കാലം ആരാണ് അയാളെ വളർത്തി വലുതാക്കിയത് എന്ന ലോകമറിയുന്ന സത്യവും അദ്ദേഹം പറഞ്ഞില്ല. ഇരട്ടത്താപ്പ് എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെ വിളിക്കുക? പൊതുമാധ്യമ പ്രവർത്തകൻ എന്ന വിലാസത്തിൽ വായയിൽ തോന്നിയതെല്ലാം കോതക്ക് പാട്ട് എന്ന പോലെ വിളിച്ചു പറയുന്ന അരുണിനെ വിപ്പോട്ട ചാനലിന് പോലും തലവേദന സൃഷ്ടിക്കുന്ന കാലം വിദൂരമല്ല.